ഭഗവാൻ കൃഷ്ണൻ പാണ്ഡവരോട് കലിയുഗത്തെക്കുറിച്ച് പറഞ്ഞ ചില സത്യങ്ങളുണ്ട്. അത് കേൾക്കുമ്പോൾ ഇപ്പോൾ അത് തന്നെയല്ലേ നടക്കുന്നത് എന്ന് നമ്മൾക്ക് തോന്നും. എടുത്തു പറയാനുള്ള കാര്യം, ഇത് നമ്മൾക്ക് ഇന്ന പുരാണത്തിൽ നിന്ന് എന്ന് പറയാൻ സാധിക്കില്ല. തലമുറകൾ കൈമാറി വന്നിരുന്ന ഭഗവാന്റെ സുന്ദരമായൊരു കഥയാണ്. ആ കഥയിൽ പറയുന്ന എല്ലാ കാര്യവും അതുപോലെ തന്നെയല്ലേ, ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെയല്ലേ സംഭവിക്കുന്നത് എന്ന് ഈ കഥ കേട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നും. ഭഗവാൻ ശ്രീകൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധത്തിനു ശേഷം പാണ്ഡവരെ കാണാനായി പാണ്ഡവരുടെ കൊട്ടാരത്തിലെത്തുകയാണ്. ഇവിടെ യുധിഷ്ഠിരൻ്റെ അഭാവമുള്ളതായിട്ടാണ് ഈ കഥയിൽ പറയുന്നത്. മറ്റൊരു കഥയിൽ യുധിഷ്ഠിരൻ ഉള്ളതായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ യുധിഷ്ഠിരൻ്റെ അഭാവത്തിൽ മറ്റ് 4 പാണ്ഡവരും ചേർന്ന് ഭഗവാനെ സ്വീകരിക്കുന്നു. ഭഗവാന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. അതിനിടയിൽ പാണ്ഡവർ ഭഗവാനോടൊരു സംശയം ചോദിക്കുകയാണ്. ഭഗവാനെ, കലിയുഗം എങ്ങനെയായിരിക്കും? കലിയുഗത്തിൽ എന്തൊക്കെ സംഭവിക്കും? കാരണം നമ്മൾക്കറിയാം, ശ്രീകൃഷ്ണ ഭഗവാന്റെ പരമാത്മാവിൻ്റെ ഭാവത്തിൽ അല്ലെങ്കിൽ ആ ഒരു സാന്നിധ്യത്തിൽ ഒരിക്കലും കലിക്ക് അതിൻ്റേതായ സ്വരൂപം കാട്ടാൻ സാധിക്കില്ല. ഭഗവാൻ എന്നാണോ സ്വർഗാരോഹണം നടത്തിയത്, അതിനുശേഷമാണ് കലിയുഗത്തിൻ്റെ പ്രഭാവം ഭൂമിയിൽ വന്നു തുടങ്ങിയത്. അതെങ്ങനെ ആയിരിക്കുമെന്നാണ് ഭഗവാൻ പാണ്ഡവരോട് പറയാൻ പോകുന്നത്. അപ്രകാരം ഭഗവാൻ കൃഷ്ണൻ 4 അമ്പുകൾ എടുക്കുന്നു. 4 അമ്പുകളും 4 വശത്തേക്ക് ഭഗവാൻ എയ്യുന്നു. ഈ അമ്പുകൾ എവിടെയാണോ പോയി പതിച്ചത് അവിടെ ഓരോ സഹോദരങ്ങളോടും പോകാൻ പറയുന്നു. ഇവിടെ യുധിഷ്ഠിരൻ്റെ അഭാവമുണ്ട്. അതുകൊണ്ടാണ് 4 അമ്പുകൾ ഭഗവാൻ എയ്തതും 4 വശത്തേക്ക് അവരെ വഴി കാട്ടിയതും. അങ്ങനെ ഓരോ അമ്പ് പതിച്ച അല്ലെങ്കിൽ ഓരോ അമ്പ് ചെന്ന് വീണ സ്ഥലത്തേക്കും ഓരോ പാണ്ഡവരായി പോകുന്നു. ആ പോകുന്ന സ്ഥലത്തെല്ലാം വ്യത്യസ്തമായ കാഴ്ചകളാണ്, വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഓരോ പാണ്ഡവനും ഉണ്ടാകുന്നത്. അത് ഭഗവാനോട് വന്ന് ഓരോ പാണ്ഡവരായി പറയുകയാണ് തങ്ങൾ അമ്പെടുക്കാൻ പോയപ്പോൾ എന്തൊക്കെയാണ് കണ്ടതെന്നാണ്. അപ്പോൾ അർജുനൻ കണ്ടത് എന്താണോ അത് ഭഗവാനോട് പറയുന്നു. ഭഗവാനെ, ഞാൻ കണ്ടു ഒരു കുയിൽ, മധുരമായി ആലപിക്കുന്ന ഒരു കുയിലിൻ്റെ നാദം ഞാൻ കേട്ടാണ് ആ കുയിലിനെ നോക്കി നിന്നത്. അപ്പോഴാണ് ഞാൻ വിചിത്രമായൊരു കാര്യം കാണുന്നത്. ആ മധുരമായി ആലപിക്കുന്ന കുയിൽ ആലപിക്കുന്നതിനോടൊപ്പം തന്നെ ജീവനുള്ള ഒരു മുയലിനെയും ഭക്ഷിക്കുകയാണ്. മുയലിനെ ഭക്ഷിക്കുകയും ചെയ്യുകയാണ്, അതിനെ അത്രയധികം വേദന കൊടുക്കുകയും ചെയ്യുകയാണ്, അതിനോടൊപ്പം മധുരമായി ആലപിക്കുകയും ചെയ്യുകയാണ്. ഇത്രയും ദിവ്യമായ ഒരു പക്ഷി ഈ ഒരു ചെയ്തി ചെയ്യുന്നത് കണ്ട് അർജുനൻ അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ്. അടുത്തത് ഭീമനാണ് ഭഗവാനോട് പറയുന്നത് കണ്ട കാഴ്ച. ഭീമൻ പറയുന്നു, ഭഗവാനെ, ഞാൻ പോയപ്പോൾ കണ്ടത് മറ്റൊരു കാഴ്ചയാണ്. 5 കിണറുകൾ ഞാൻ കണ്ടു. 4 കിണറുകൾക്ക് നടുവിൽ ഒരു കിണറായാണ് ഞാൻ കണ്ടത്. ചുറ്റുമുള്ള 4 കിണറുകളും മധുരമാർന്ന ശുദ്ധജലം കൊണ്ട് തുളുമ്പുകയാണ് ഭഗവാനെ. പക്ഷേ നടുക്കുള്ള ആ ഒരു കിണർ മാത്രം വറ്റി വരണ്ട് നിൽക്കുകയാണ്. ഇങ്ങനൊരു അത്ഭുത കാഴ്ചയാണ് ഞാൻ കണ്ടത്. ചുറ്റുമുള്ള കിണറുകളിലെല്ലാം വെള്ളമുണ്ടായിട്ടും നടുക്കുള്ള കിണർ എന്തുകൊണ്ടാണ് ഭഗവാനെ വറ്റി വരണ്ട് നിൽക്കുന്നത് എന്നുള്ളതായിരുന്നു ഭഗവാനോടുള്ള ഭീമന്റെ ചോദ്യം. അടുത്തതായി നകുലൻ്റെ ആ ഒരു അനുഭവമാണ് ഭഗവാനോട് പങ്കുവയ്ക്കുന്നത്. ഭഗവാനെ, ഞാൻ പോയപ്പോൾ കണ്ടത് ഒരു പശു ഒരു കിടാവിന് ജന്മം കൊടുക്കുന്നതാണ്, ഒരു പശുക്കുട്ടിക്ക് ജന്മം കൊടുക്കുന്നതാണ് ഞാൻ കണ്ടത്. പക്ഷെ ഞാൻ കണ്ടൊരു കാര്യം, ആ ജന്മം കൊടുത്തതിന് ശേഷം, പ്രസവിച്ചതിന് ശേഷം ആ അമ്മ ആ കുഞ്ഞിനെ നക്കിത്തുടയ്ക്കുകയാണ്. അതിനെ വൃത്തിയാക്കാനായി നക്കിത്തുടയ്ക്കുമ്പോൾ അത് വൃത്തിയായി കഴിഞ്ഞും, ആ കുഞ്ഞ് വൃത്തിയായി കഴിഞ്ഞും ആ അമ്മ തുടച്ച് ആ കുഞ്ഞിൽ നിന്നും രക്തം വരാൻ തുടങ്ങി, രക്തം വാർന്നൊലിക്കാൻ തുടങ്ങി. അതായത് ശുദ്ധമായി കഴിഞ്ഞും ആ അമ്മ ആ കുഞ്ഞിനെ വൃത്തിയാക്കുന്നത് നിർത്തിയില്ല. വീണ്ടും വീണ്ടും ആ ശുദ്ധമാക്കുന്ന ആ പ്രക്രിയ അല്ലെങ്കിൽ നക്കി തുടയ്ക്കുന്നത് തുടർന്നപ്പോൾ കുഞ്ഞിൽ നിന്നും രക്തസ്രാവം വരെ ഉണ്ടായി ഭഗവാനെ. ഇനി അടുത്തത് സഹദേവൻ പറഞ്ഞ കാര്യമാണ്. സഹദേവൻ പറഞ്ഞു, ഭഗവാനെ, ഞാൻ ചെന്നപ്പോൾ കണ്ടത് ഒരു വലിയ പാറ എല്ലാത്തിനെയും നശിപ്പിച്ചുകൊണ്ട്, കാടും മലയും എല്ലാം താണ്ടി എല്ലാ മരങ്ങളെയും എല്ലാത്തിനെയും നശിപ്പിച്ചുകൊണ്ട് ഉരുണ്ട് വരുന്നതാണ് ഭഗവാനെ ഞാൻ കണ്ടത്. വന്നതിന് ശേഷം അതൊരു പുൽനാമ്പിൽ തട്ടി നിന്നു. എല്ലാത്തിനെയും നശിപ്പിച്ച് ഭീമാകാരനായി വന്നിരുന്ന, അല്ലെങ്കിൽ അത്രത്തോളം ഭയം സൃഷ്ടിച്ച് ഉരുണ്ടു വന്നിരുന്ന ആ ഒരു പാറ കഷ്ണം അല്ലെങ്കിൽ ആ ഒരു പാറ ഒരു പുൽനാമ്പിൽ തട്ടി നിന്നു ഭഗവാനെ എന്നുള്ളതായിരുന്നു സഹദേവൻ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണെന്ന് ഇനി ഭഗവാൻ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ആദ്യം കണ്ട കാഴ്ചയുടെ അർത്ഥം എന്താണെന്ന് ഭഗവാൻ പറയുന്നു ഒരു കുയില് നന്നായി പാടുകയും അതിനോടൊപ്പം തന്നെ ഒരു മിണ്ടാപ്രാണിയെ അല്ലെങ്കിൽ ഒരു മുയലിനെ ഇത്രയധികം പീഡ കൊടുത്ത് അതിനെ കൊന്നു ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം എന്താണെന്ന് ഭഗവാൻ പറയുന്നു. ഈ കലിയുഗത്തിൽ പണ്ഡിതന്മാർക്ക് നന്നായി സംസാരിക്കാൻ കഴിയും, ഒട്ടേറെ ആളുകളെ ആകർഷിക്കുകയും ചെയ്യും. പക്ഷേ അവർ ഓരോ നിമിഷവും അവരുടെ ചെയ്തികൾ കൊണ്ട് ആ തങ്ങളുടെ അടുത്തെത്തിയ ആളുകളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയും അവരെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയുമാണ് ചെയ്യുന്നത് എന്നാണ് ഭഗവാൻ ആദ്യ കാഴ്ചയെക്കുറിച്ച് പറയുന്നത്. അതിനുശേഷം ഭീമൻ കണ്ട കാഴ്ച, ഭീമൻ എന്താണ് കണ്ടത്? 4 കിണറുകൾ, വറ്റാത്ത ശുദ്ധജലം തുളുമ്പുന്ന, നല്ല മധുരമുള്ള വെള്ളം തുളുമ്പുന്ന ആ കിണറുകൾക്ക് നടുവിൽ
ഒരു വരണ്ടുണങ്ങിയ കിണർ. ഇതിനർത്ഥം എന്താണെന്ന് ഭഗവാനോട് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുന്നു, ആ വറ്റാത്ത കിണർ പോലെ അധികം സമ്പാദ്യം, അത്രയും തുളുമ്പുന്നത്രയും സമ്പാദ്യമുള്ള ഒരാളും ഒട്ടും പണമില്ലാത്ത വരണ്ട അവസ്ഥയിലുള്ള ഒരാളും ഒരേ സ്ഥലത്ത് തന്നെയായിരിക്കും താമസിക്കുന്നത്. അതായത് അതീവ സമ്പന്നനും അതിദരിദ്രനും ഒരേ സ്ഥലത്ത് തന്നെയാണ് താമസിക്കുന്നതെങ്കിലും, അടുത്തടുത്താണ് താമസിക്കുന്നതെങ്കിലും പണക്കാരൻ 1 രൂപ പോലും അല്ലെങ്കിൽ ഒരു തുള്ളി ജലം പോലും ആ വരണ്ട കിണറിന് കിട്ടാത്തതുപോലെ 1 രൂപ പോലും അല്ലെങ്കിൽ ഒരു നാണയത്തൊട്ട് പോലും ആ പണക്കാരൻ പാവപ്പെട്ടവന് കൊടുക്കില്ല, സഹായിക്കില്ല. പണമില്ലാത്തവൻ പണമില്ലാത്തതായി തുടരും, പണമുള്ളവൻ പണമുള്ളവനായി തുടരും. ഇവരെല്ലാം ഒരേ സ്ഥലത്താണ് താമസിക്കുന്നത്. അയൽവാസികളാണെങ്കിൽ പോലും പരസ്പരം സഹായിക്കില്ല. പ്രത്യേകിച്ച് പണമുള്ള ആൾ പാവപ്പെട്ട ആളെ സഹായിക്കില്ല എന്നാണ് കലിയുഗത്തെക്കുറിച്ച് ഭഗവാൻ പറയുന്നത്. അവർ ഉയർന്നു വരാനായി ഒരു സഹായവും ചെയ്തു കൊടുക്കില്ല എന്ന് ഭഗവാൻ പറയുന്നു. അതുപോലെ ഇനി നകുലൻ കണ്ട കാഴ്ചയെക്കുറിച്ചാണ് ഭഗവാൻ വിശദീകരിക്കുന്നത്. നകുലൻ കണ്ടത് ഒരു അമ്മ, അതായത് ഒരു പശു, അതിൻ്റെ കുഞ്ഞിന് ജന്മം നൽകുന്നു. പക്ഷേ അതിൻ്റെ അമിതമായ പരിചരണം കൊണ്ട് ആ കുഞ്ഞിന് മുറിവേൽക്കുന്നു. അതായത് നക്കിത്തുടച്ച് അതിനെ വൃത്തിയാക്കുന്നതിനും അപ്പുറം എന്നിട്ടും വീണ്ടും വീണ്ടും നക്കിത്തുടച്ച് അതിൻ്റെ ആഘാതം കൊണ്ട് ആ കുഞ്ഞിൽ നിന്ന് രക്തസ്രാവം വരെ ഉണ്ടാകുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് ഭഗവാൻ പറയുന്നു, കലിയുഗത്തിൽ കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ അമിതമായി ഇടപെടുകയും അങ്ങനെ കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുകയും ചെയ്യും. മക്കളുടെ കാര്യത്തിൽ ഒരു പ്രായത്തിന് ശേഷവും ഇടപെടുകയും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുകയും അവരെ അമിതമായി സംരക്ഷിക്കാനും ശ്രമിക്കുമ്പോൾ അവരുടെ കഴിവുകളും ഇല്ലാതാവും. അത് പിന്നീട് അവരെ മുറിപ്പെടുത്തുന്ന അവസ്ഥയിലേക്കും എത്തും. അതായത് കുഞ്ഞുങ്ങളെ ഒരുപാട് നമ്മൾ സംരക്ഷിക്കുമ്പോൾ, കുട്ടികളെ സംരക്ഷിക്കുമ്പോൾ അവരുടെ ഭാവിക്ക് തന്നെ അതൊരു വിലങ്ങുതടിയായി മാറുമെന്ന് കലിയുഗത്തെക്കുറിച്ച് ഭഗവാൻ പണ്ടേ പറഞ്ഞിരുന്നു എന്നുള്ള വസ്തുതയാണ് ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവസാനമായി സഹദേവൻ കണ്ട കാര്യത്തെക്കുറിച്ചാണ് ഭഗവാൻ വിശദീകരിക്കുന്നത്. സഹദേവൻ കണ്ടത് ഒരു പാറ അതിശക്തമായി ഉരുണ്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മാർഗത്തിലുള്ള എല്ലാത്തിനെയും അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മരമായിക്കൊള്ളട്ടെ, മൃഗങ്ങളായിക്കൊള്ളട്ടെ, എന്തിനേയും അത് നശിപ്പിച്ചുകൊണ്ടാണ് അത് ഉരുണ്ടു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അതൊരു വെറും പുൽനാമ്പിൽ തട്ടി നിൽക്കുന്ന ഒരു കാഴ്ച സഹദേവൻ കാണുന്നത്. അതിനെക്കുറിച്ച് ഭഗവാൻ പറയുന്നത്, നമ്മൾ എന്തൊക്കെ ചെയ്താലും, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്താലും, അവനെല്ലാം എൻ്റെ എന്ന് പറഞ്ഞ് അഹങ്കരിച്ചാലും, സമ്പാദ്യം നേടിയാലും, മറ്റൊരാളെ വിഷമിപ്പിച്ചാലും, അവൻ എന്തൊക്കെ ചെയ്താലും അവന് മരണമെന്നുള്ള ആ സത്യത്തെ നേരിടേണ്ട വരും. അതുകൊണ്ട് എന്തൊക്കെ നമ്മൾ നേടിയാലും ആ ഭീമാകാരമായ പാറയെ തടഞ്ഞു നിർത്തിയ ആ പുൽനാമ്പ് പോലെ നമ്മളെ രക്ഷിക്കാൻ പോകുന്ന ഒരേ ഒരു കാര്യം ഭഗവാനും ഭഗവാന്റെ നാമവുമായിരിക്കും. അതാണ് ഇത്ര സുന്ദരമായി പറയുന്നത്. എന്തൊക്കെ നമ്മൾ ജീവിതത്തിൽ ചെയ്താലും, എത്ര വലിയ പാറയാണെങ്കിലും അതിനെ തടഞ്ഞു നിർത്താൻ നാമമെന്നുള്ള ആ ശുദ്ധമായ, ആ സുന്ദരമായ ആ ഒരു ചെറിയ കാര്യത്തിന് സാധിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നാമം ജപിക്കുന്നവരെപ്പോഴും എല്ലാത്തിൽ നിന്നും മുക്തി പ്രാപിച്ചുകൊണ്ട്, ഈ ജന്മജരാനര ദുഃഖങ്ങളിൽ നിന്നും മുക്തി പ്രാപിച്ചുകൊണ്ട് ഭഗവാനിൽ നിന്നുള്ള ആ ഏക സത്യത്തിൽ വിലയം പ്രാപിക്കുന്നു എന്ന് നമ്മളുടെ പൂർവികർ പറഞ്ഞു നൽകുന്നത്. അതുകൊണ്ടാണ് നാമജപത്തിന് കലിയുഗത്തിൽ ഇത്രയും പ്രാധാന്യമുണ്ടെന്നും പറയുന്നത്. അപ്പോൾ നാമജപത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞാണ് ഭഗവാൻ അവസാനിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കഥയിൽ യുധിഷ്ഠിരൻ ഉണ്ടായതായിട്ടും പറയുന്നു. അതായത് ഈ കഥയിൽ നമ്മൾക്കറിയാം 4 പാണ്ഡവർ മാത്രമേ ഉള്ളൂ. എങ്കിൽ യുധിഷ്ഠിരനും ഉണ്ടായിരുന്നു എന്നൊരു കഥയുണ്ട്. യുധിഷ്ഠിരനും സംശയം ചോദിക്കാനുണ്ടായിരുന്നു, ആ സംശയ നിവാരണവും ഭഗവാൻ കൊടുത്തിരുന്നു എന്നുള്ളൊരു കഥയുണ്ട്. അപ്രകാരം യുധിഷ്ഠിരൻ ഇങ്ങനെ പോകുമ്പോൾ കാണുന്ന കാഴ്ച 2 തലയുള്ള ഒരു കൊമ്പനാനയാണ് കാണുന്നത്. 2 തലയുള്ള ഒരു ആനയെയാണ് യുധിഷ്ഠിരൻ കാണുന്നത്. അതിന് മറുപടിയായി ഭഗവാൻ പറയുന്നത്, വരും കാലത്ത് 2 മുഖമുള്ളവരായിരിക്കും നമ്മളെ ഭരിക്കുന്നത് എന്നാണ്. അവർ പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ നമ്മൾക്ക് നൽകുകയും എങ്കിൽ മറ്റൊരു മുഖം കൊണ്ട് അതൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്യും. വാഗ്ദാനം മാത്രം നൽകുകയും അത് പ്രാവർത്തികമാക്കാത്തവരുമായിരിക്കും നമ്മളെ ഭരിക്കുന്നത് എന്നാണ് ഭഗവാൻ ആ ഒരു കാഴ്ചയെക്കുറിച്ച് യുധിഷ്ഠിരനോട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സുന്ദരമായും അത്ഭുതകരമായും തോന്നുന്ന പല കാര്യങ്ങളും, പല കഥകളും ഭഗവാനെക്കുറിച്ച് പ്രചരിക്കാറുണ്ട്. ഇതൊരു വാമൊഴിയായി പ്രചരിക്കുന്ന ഒരു കഥയാണ്. ഭവിഷ്യപുരാണത്തിൽ അടക്കം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അതിനപ്പുറം ശ്രീമദ് ഭാഗവതത്തിൽ കലിയുഗത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമ്മൾക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം, അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. അതും ഇങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. അഹോബിലം.